ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. സോ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കണമെന്ന്. സോ എനിക്കിപ്പോഴാണ് അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ ഒത്ത് കിട്ടിയത്. ഓക്കെ, അപ്പം ഇന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതപ്പോൾ നീച്ചിട്ടുള്ളൂ. ഇപ്പോൾ എത്ര 9:30 മണിയായി. ഇപ്പം നീച്ചിട്ടുള്ളൂ. എന്താണ് പറയുക, ഇനി ചായ അടിക്കണം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. പിന്നെന്താ, ഡെയിൻ മൈ ലൈഫ് എനിക്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ല. ഒരു കുട്ടിയോട് ചോദിച്ചു ഡെയിൻ മൈ ലൈഫൊക്കെ എടുക്കുമോ. പക്ഷേ എനിക്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് പിന്നെ കുറേ വീഡിയോസും കണ്ട്, ഇങ്ങനെ കുറേ പേരെ ഡെയിൻ മൈ ലൈഫ് കണ്ട്. അപ്പം നമ്മൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഡെയിൻ മൈ ലൈഫ് എടുത്തേക്കാം എന്ന്. ഓക്കെ, എനിക്ക് നന്നായിട്ട് ജലദോഷം, സംസാരിക്കാൻ അധികം വയ്ക്കുന്നില്ല. എന്നാൽ നമുക്ക് വീഡിയോ ആണല്ലോ മുഖ്യം. അപ്പം ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പം റൂമിലിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം എന്താ, ചാടിക്കണം. പോയി ചാടിക്കട്ടെ. പിന്നെ പുറത്ത് നല്ല മഴയാണ്. അതാണ് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ വന്ന് സംസാരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് വന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സോ ഞാൻ ചാടിക്കട്ടെ, ചാടിച്ചിട്ട് വരാം. അപ്പോഴത്തെ ഞാൻ ഹാളിലോട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ പഴമാണ് കഴിക്കുന്നത്. 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദോശയൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. അത് പക്ഷേ എന്താ പോലും ഇതെനിക്ക് പറയുന്നത്, പഴമൊക്കെ ഇടക്കിടക്ക് കൊണ്ടുവരുമ്പോൾ ഇതിട്ട് കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. ദോശ അധികം കഴിക്കലില്ല. ഓക്കെ, അപ്പം ഞാനത് കഴിക്കട്ടെ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ മുണ്ടൂല എന്ന് സ്വന്തം കഴിച്ചിട്ട് വരാം. അപ്പം ഒരു സ്ഥലത്തേക്ക് പോവാണ്ട്, അതായത് ഇപ്പാടപ്പം കച്ചവടത്തിനാണ്. ഞാൻ കുറേ വിചാരിക്കുന്നു ഇപ്പാടപ്പം ഒരു ദിവസം കച്ചവടത്തിന് പോകണം എന്നൊക്കെ. അപ്പം ആ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. സോ എനിക്ക് ഇന്ന് ആ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ സ്കൂളൊക്കെ പോയിട്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറ്റട്ടെ. ഇപ്പം നേരത്തെ പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞ വേഗം മാറ്റിയിട്ട് വായ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പോയി മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ മാറ്റി വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി. ഞാൻ പോട്ടെ. അപ്പോൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന കുറച്ച് നേരമില്ല പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പോവാണ്. തെറ്റാ, ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് കാണാം. അപ്പം ഇതാ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അപ്പം എന്താണ് ഉപ്പാക്ക് കച്ചവടം എന്ന് ചോദിച്ചാൽ സംശയം ഉള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്ലാസ്റ്റിക് കവേഴ്സ്, അതുപോലെ തന്നെ ഡ്രസ്സും സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെരുന്നാളല്ല, ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബിസിനസ്സായിട്ട് വരുന്നത്. അപ്പം ഓട്ടോറിക്ഷ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഒക്കെ കേട്ടോ. ഇപ്പോൾ ഒരു കടയിൽ കയറിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല മഴ, കാറുണ്ട്, മഴ പെയ്യലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, തുള്ളീനെ പെയ്യുന്നുണ്ട്. ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഇഷ്ടം കേട്ടോ. ഓവറായി പെയ്യ് ചെയ്യരുത്, എന്നാൽ തുള്ളിനെ പെയ്യണം. നല്ല രസമാണല്ലേ. അപ്പോൾ അതാ വരുന്നുണ്ട്. വണ്ടി ഓണാക്കും. എന്താ വെച്ചാൽ വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാത്തത്. അങ്ങനെ ഇതാ ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം കടകളൊക്കെ വേഗം നടക്കുന്നുണ്ട്. മെയിൻ സാധനങ്ങൾ സെയിൽ ചെയ്യാണ്. ആൻഡ് ദെൻ കണിക്ക് ഉറക്കം വന്നിട്ട് എന്താ വെച്ചാൽ ചായ കുടിച്ചിട്ടില്ല. അതാണ് മെയിൻ കാര്യം. അതായത് പഴം കഴിച്ചു, പക്ഷെ ചായ അടിച്ചില്ല. അതാണ് ഈ ഉറക്കത്തിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു ഇപ്പാടുന്നൊരു ചായ മേടിച്ചില്ല. അപ്പം പറഞ്ഞിരുന്ന ആ കടകളൊക്കെ, അതായത് ഇന്നിപ്പം ആയില്ല. അപ്പം കടകളൊക്കെ പടക്കും. സോ എന്താ വേഗം കവർ കൊടുത്തിട്ട് ചായ അടിച്ചതാണ്. പിന്നെ ഞാൻ കുറുകുറു മേടിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറുകുറു ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എനിക്ക് തിന്നാൻ ഒരു കുറുകുറു പറഞ്ഞപ്പോൾ 2 കുറുകുറു മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് കഴിക്കട്ടെ. ഇപ്പം
റോഡായ കാരണം എൻ്റെ സൗണ്ട് ഒക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടികൾ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നു, പിന്നെ മഴ ഉണ്ട്, പിന്നെ എൻ്റെ സൗണ്ട് ഒന്നാകുമ്പോൾ അത് ക്ലിയർ അല്ല ജലദോഷം കാരണം. സോ നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ മാക്സിമം സൗണ്ട് കൂട്ടി സംസാരിക്കാൻ ശ്രദ്ധിക്കാം. ഇത് കഴിക്കട്ടെ, ആണെങ്കിൽ ഒരു ഉറക്കമപ്പ്. വെറുതെ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ തിന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും സുഖം. കുറുകൂറല്ല ഇഷ്ടം കേട്ടോ, ലൈസിനേക്കാളും കുറുകൂറ ഇഷ്ടം. അതുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ ടേസ്റ്റാണ്. ഇവരുടെ പരിപ്പോട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചായയും പരിപ്പോടെ കുറിച്ച് കണ്ടിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഒരു പരിപ്പോട നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ചായ എത്ര പോലെ എന്നാലും അടിപൊളിയാണ്. പരിപ്പോട ഞാൻ കുറേ നാളാണ് വീഡിയോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല, അത്രയും കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പരിപ്പോടൊക്കെ ഇഷ്ടമായി. അങ്ങനെ ചായയും പരിപ്പോടിയും തീർന്ന് ഇതാ പോയിക്കൊണ്ടേയിരിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ ഉണ്ട്, അപ്പോൾ അതിന് കയറി ഞാൻ അവിടെ ഇരിക്കും, പോസ്റ്റ് അടിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം വേണ്ടിയിട്ട് ഒരു ദിവസം ഇടാതെ, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ തന്നെയാവും. പിന്നിട്ടിട്ടേ നാളിടും, നാളെ ഇടാതെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇടാൻ വിചാരിച്ചിരുന്നത്. എന്നാലും എനിക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ടൈം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഇന്നും നാളെ മറ്റേ അങ്ങനെ ഡെയിലി ഇടാൻ എനിക്കൂടെ വയ്ക്കൂല. അപ്പം ഇതാ ജുമാ കഴിഞ്ഞ് ഒരു 1:30 മണിയായിട്ടുണ്ട്. ഫുഡ് കഴിക്കണം. എന്താ ബോറടിച്ചിരിക്കണം. അതപ്പോൾ വന്നു. അപ്പം ബിരിയാണി ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ എന്താ ചോറൊക്കെ കഴിഞ്ഞു ഇവിടെ ഇരിക്കുകയാണ്. പറഞ്ഞിട്ടില്ല, പോയി ചോറ് കഴിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ, സെറ്റ്. പറഞ്ഞ അവിടുത്തെ ദമ്മാണ് രസം, പക്ഷെ ഞങ്ങൾ പോയപ്പോഴത്തേനും ദമ്മ് കഴിഞ്ഞ് മറ്റേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയില്ലേ അതുള്ളത്, അതന്നെയാണ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദമ്മ് എന്താ വ്യവസ്ഥ എനിക്ക് അറിയുന്നു. അവിടെ ഇപ്പോൾ കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞു, പക്ഷെ സംഭവം ഇല്ല, എന്താ ചെയ്യുക, ഭാഗ്യമില്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്നാൽ കുറച്ചുണ്ട് വരാം, എന്താ വണ്ടിപ്പെടും. ഇങ്ങനെ ഗൈസ് 3 മണിയായി. ഞാൻ ഓക്കെ കഴിച്ചാണ്. ഓക്കെ ഞങ്ങൾക്ക് അറിയില്ലേ, എനിക്ക് ഫേവറേറ്റ് കേട്ടോ. പണ്ടൊക്കെ കഴിച്ചിരുന്നു, ഇപ്പോൾ അങ്ങനെ കഴിക്കലില്ല. പണ്ടിങ്ങനെ മദ്രസയ്ക്കോ ഹോസ്റ്റലിൽ പോകുമ്പോൾ കഴിക്കും, ഇപ്പോൾ കഴിക്കലില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ടൊക്കെ ആദ്യം ഞാൻ അതിന് അഡിക്റ്റ് ചെയ്യുന്നു. 5 രൂപ കൊണ്ടുപോകും, അത് മേടിക്കും. റിങ് ഇട്ടാ ഒക്കെ എന്താണ് ആ നീളത്തിലുള്ള സാധനം ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പോൾ ഓരോ കടയിൽ കയറുമ്പോൾ ഞാൻ ഓരോന്ന് പറയും. ഇപ്പോൾ വിചാരിക്കണ്ടോ ഈ നേരത്തെ എന്നെ കൊണ്ടുപോകാൻ തോന്നിയത്. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഒരു ഡൗട്ട്, ഡൈമലേക്ക് പോയിട്ട് ഡേറ്റിൻ്റെ ആവുമോ? ഫസ്റ്റ് അല്ലേ, എന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അത് ഞാൻ പറഞ്ഞെങ്കിൽ ഡൈമലേക്ക് എങ്ങനെ എടുക്കാമെന്ന് അറിയില്ല. ഗൈസ് ഓക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പണ്ടത്തെ ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഇതാ ഓക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 3:30 മണിയായി. ഇതാണ് എൻ്റെ ഒരു ടൈം അല്ലേ, മനസ്സിലായില്ലേ? ഇവിടെ കാലൊക്കെ ആടന്നിട്ട് ഗൈസ്, ഞാൻ വന്ന പോലെ ഒന്നും അല്ല. അപ്പോൾ ഞാൻ ഇവിടെ ഓട്ടോയിൽ ഇരിക്കുകയാണ്. 4 മണിയായി, കൃത്യം 4 മണി. കുറച്ച് ഡ്രസ്സ് ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയിക്കാണ്. അപ്പം
ആൻഡ് ദെൻ എന്താ പറയുക, ഈ സ്ഥലത്തിന് ആനക്കര എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ പാടം ഒക്കെ ആനക്കര എന്ന് പറയും, ഇത് ആനക്കര തന്നെ. അപ്പം ഇവിടെ ഫുള്ള് പാടാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. നല്ല ക്ലൈമറ്റാണ്, കൂടുതലും മഴയില്ല, എന്നാൽ വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരിക്കാൻ വയ്ക്കൂല ഗൈസ്. മഴ കാറായുണ്ടാവും കുറച്ചുകൂടെ സുഖം, നല്ല തണുപ്പുണ്ട്. വണ്ടി പോകുന്ന കാരണം എൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മെഡിസിനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പനിയുടെ, അതൊക്കെ എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോകും കേട്ടോ. ബസ്സൊക്കെ വരുന്നുണ്ട്. ഈ റോഡിൽ കൂടെ വണ്ടി പോണ കാരണം സൗണ്ട് വെക്കൂല, അതാ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് അതിന് മുമ്പ് ചായ അടിക്കണമല്ലോ അല്ലേ, തിന്നൽ മുഖ്യം. എന്താ ചെയ്യാം, ഇപ്പോൾ നാളെ തന്നെ കമൻറ്റ് ബോക്സിൽ വരുമെന്നാവും. എന്തായാലും ഇപ്പം എന്താ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഈ ചിന്ന ചിന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ കുറച്ച് പേരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഏജ് എത്രയാണ്. എന്തായാലും 15 താഴെയല്ല, 20 മുകളിലുമല്ല. 20 മുകളിലുമല്ല, എന്നാൽ 15 താഴെയല്ല. അപ്പോൾ നിങ്ങളൊന്ന് ഊഹിച്ച് കമൻറ്റ് ഇടും കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഓക്കെ, പിന്നെ എന്നെ അറിയണവരൊക്കെ ഉണ്ടാവും, ഓരോന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം കമൻറ്റ് ഇടും. ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതിന് കഴിഞ്ഞിട്ട് പോയി ചായ അടിക്കണം. നല്ല ബെറ്റർ. കൊടുത്താ അതെ, ഓരോ കുട്ടികളായിട്ട് പോകുന്നുണ്ട്. ഡ്രസ്സായതുകൊണ്ട് കുറേ തിരഞ്ഞ് കണ്ടുപിടിക്കണം, ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ കുറേ ക്ഷമയാണ് ഇതിന് മുഖ്യം, ഡ്രസ്സിൻ്റെ ആ ഒരു കാര്യത്തിൽ കേട്ടോ. കവറാകുമ്പോൾ അവർ ഓൺ ദ സ്പോട്ടിൽ കവർ ചെയ്താൽ വേണ്ട വെച്ചാൽ അവരത് കൊടുക്കുക. പക്ഷെ ഡ്രസ്സാകുമ്പോൾ അവർ ചോദിക്കുന്ന രീതിയിൽ, അത് ചോദിക്കുന്നതല്ല, അവർക്ക് പറ്റിയ രീതിയിൽ തിരഞ്ഞെടുത്ത്. ചിലവർക്ക് അങ്ങനെ, ചിലവർ പറഞ്ഞാൽ ഇന്നെപ്പോലത്തുള്ളവരൊക്കെ വേഗം ഡ്രസ്സ് എടുത്തിട്ട് കാര്യം കേൾക്കും. അതിനാരും എന്താ പറയുക, ചടപ്പിക്കാൻ നിൽക്കും. ഫോണിൽ 16% ചാർജുള്ളൂ. സോ ഞാൻ ഇനി കൂടുതൽ വീഡിയോസൊന്നും എടുക്കുന്നില്ല. ചാർജ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റും. നമുക്ക് രാത്രിയൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ ഒരു 24 മണിക്കൂറും വേണമല്ലോ. സോ രാത്രിക്കത്തെ കാര്യം ഞാനിപ്പോൾ കൂടുതൽ വീഡിയോ എടുത്ത് ചടപ്പിക്കണില്ല. എനിക്കിങ്ങനെ ലെങ്തായിട്ട് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങളുടെ കാര്യം പറയല ഒക്കെ വേം കഴിച്ചു. ഇപ്പം ഞാൻ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പോലും ലൈക്ക് അടിച്ചിട്ട് അതായത് സ്വൈപ്പ് ചെയ്തിട്ട് വേഗം പോകും. ഞാൻ അങ്ങനെയാണ്. എന്താ ക്ഷമയില്ല എന്നേ. ചായ ഇട്ടിട്ടുണ്ട്. ഇതിലാണെങ്കിൽ പാലും ഇല്ല. നേരത്തെ കുടിച്ചാലാണെങ്കിൽ ചൂടാക്കി കുടിച്ച പോലെ തോന്നുന്നുണ്ട് നമുക്ക്. പിന്നെ ഒരു മുട്ട ബജിയുണ്ട്. കടുപ്പം കൂടിയോ? അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഇതാ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതാ വീട്ടിലെത്തി. ആകെ ടയേർഡായിക്കിട്. ഇപ്പം എത്തിയിട്ടുള്ളൂ. ഇപ്പം എത്ര 6:15. അപ്പം വരുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല ടയേർഡായിട്ടുണ്ട്. സോ ഒന്ന് പോയി കുളിക്കട്ടെ, ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, പോയി കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറ്റി ഞമ്മിട്ടെ. ഓക്കെ, അപ്പോൾ കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ് കുളി കഴിഞ്ഞതാ ഇവിടെ ഇരിക്കുകയാണ്. കുളിച്ച് വന്നപ്പോഴാണ് കുറച്ച് സമാധാനം കിട്ടിയത്, അതായത് ഒരു ഫ്രഷ്നെസ് കിട്ടിയത് ഇപ്പോൾ അപ്പോഴാണ്. ഓക്കെ, ഇനിയെന്താ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് കഴിക്കട്ടെ പോയിട്ട്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും എടുക്കണം. 24 മണിക്കൂറല്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആദ്യമായിട്ട് എടുക്കുന്ന കാരണം ഇങ്ങനെ ഓരോ തട്ടിമുട്ട് കഴിക്കും നേരം പോലെ എടുക്കാൻ അറിഞ്ഞൂടാ. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമല്ലേ ഇനി റെഡിയാക്കാൻ ശ്രമിക്കാം.
പിന്നെ എൻ്റെ മെഡിസിൻ കഴിക്കാനുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് വരാം. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, അതും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പം 10:30 മണിയായിട്ടുണ്ട്. ചോറ് കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്ന് കഴിച്ചത് തന്നെ, ഞാൻ ആ വീഡിയോ എടുക്കഴിഞ്ഞ്. പിന്നെ തീരെ വയ്യ, ഒന്നാമത് പനിയുണ്ട്, പനിന്ന് വിട്ട് പോണില്ല. അപ്പം ആ ഒരു പ്രശ്നം, പിന്നെ ഇന്ന് പോയതിൻ്റെ ആ ഒരു ടയർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. സോ എൻ്റെ ഡേ മൈ ലൈഫ് ഇവിടെ എൻഡ് ആകാൻ പോവാണ്. ആൻഡ് ദെൻ ഇനിയും അടിപൊളി കിടിലം വീഡിയോസൊക്കെ ഞാൻ ഇടാം. ഓക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഡേ മൈ ലൈഫ്. ആൻഡ് ദെൻ ഇനിയും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. സോ ഗൈസ്, ഞാൻ പോട്ടെ. ആൻഡ് ദെൻ ഇത്രയൊന്നുമല്ലോ എനിക്ക് പറയാൻ, വേറെന്താ, ഇതൊക്കെ തന്നെ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം ഇനിയും അടിപൊളി വീഡിയോസ് ഇടാൻ. കാരണം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ഒരു സപ്പോർട്ട്, അതായത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ഉത്സാഹമാണ്. ഇനിയും വീഡിയോസ് ഇടാനൊരു ഉത്സാഹം കിട്ടുന്നതാണ് നിങ്ങളുടെ കമൻറ്റ്സ്. സോ പ്ലീസ് കമൻറ്റ്സ് ഇടുക, ആൻഡ് ദെൻ സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരും. ഓക്കെ. പിന്നെ നെയിം മീറ്റിംഗ് ചലഞ്ചൊക്കെ ആയിട്ട് കുറച്ച് പേര് എന്നോട് കമൻറ്റ് ഇട്ടിരുന്നു. ഞാൻ തീർച്ചയായും ചെയ്യും, കാരണം കുറച്ച് തിരക്കും കാര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇടാഞ്ഞത്. പക്ഷേ ഇനി ഇടും, ഇനി വേഗം ഇടാൻ ശ്രദ്ധിക്കട്ടോ, ഇടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. 10:30 മണിയായി. ഞാൻ സാധാരണ 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങും, പക്ഷേ ഇന്ന് 10:30 മണിയായി, നേരം വൈകി. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് നന്നായിട്ട് ക്ഷീണമുണ്ടെന്ന്. സോ ഒന്ന് ഞാൻ കിടക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ടൈം മൈ ലൈഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അടുത്ത അടിപൊളി കിടുക്കാച്ച വീഡിയോസൊക്കെ ആയിട്ട് വരാം. സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ടാറ്റാ.